പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി തുടർന്ന് ഇന്ത്യ. ഭീകരരുടെ 2 വീടുകൾ കൂടി തകർത്തു. മുന്നറിയിപ്പില്ലാതെ ഉറി ഡാം തുറന്നുവിട്ടതോടെ പാക് അധീന കാശ്മീരിലെ വിവിധയിടങ്ങളിൽ വെള്ളം കയറി. തെക്കൻ കാശ്മീരിലെ 14 ഭീകരരെ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണ്. ഭീകരാക്രമണത്തിന് പിന്നാലെ പാക് പൌരന്മാർക്ക് ഇന്ത്യ അനുവദിച്ച വിസ കാലാവധി ഇന്ന് അവസാനിക്കും. രാജ്യത്ത് തുടരുന്ന പാകിസ്ഥാൻ പൌരന്മാർ എത്രയും വേഗം തിരികെ അയക്കണം എന്നാണ് സംസ്ഥാനങ്ങൾക്കുള്ള കർശന നിർദ്ദേശം. വിവരങ്ങളുമായി ഹാഷ്മി താജ് ഇബ്രാഹിം ശ്രീനഗറിൽ നിന്നും ബൽറാം നെടുങ്ങടിയും ശ്രീനഗറിൽ നിന്ന് ചേരുകയാണ്. ഒപ്പം തന്നെ വിനീത വിജിയും ചേരുന്നുണ്ട്. ആദ്യം ഹാഷ്മി താജ് ഇബ്രാഹിമിലേക്ക്. ഹാഷ്മി, ഗുഡ് മോർണിംഗ്. ഹാഷ്മി, ഇപ്പോഴുള്ളത് ശ്രീനഗറിലാണ്. ശ്രീനഗറിലെ നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? മാത്രമല്ല, ഈ ഭീകരരെ പിടിക്കാനുള്ള ശ്രമം അത് ഇപ്പോഴും തുടരുകയാണല്ലോ. ഭീകരരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതൊരു ചെറിയ ആശങ്കയ്ക്കിടയാക്കുന്നുമുണ്ട്. ഹാഷ്മി, വൈസരൻ വാലിയിലാണുള്ളത്. ഉറപ്പായി പ്രവിതാകൃഷ്ണൻ, നമ്മളിപ്പോൾ നോക്കുന്ന ശ്രീനഗറിലല്ല. ശ്രീനഗറിൽ നമ്മൾ അതെ നമ്മൾ ശ്രീനഗറിൽ നിന്ന് കയറി പഹൽഗാമിൽ നിന്ന് കയറി ഇപ്പോൾ ബൈസരൻ വാലിയിലേക്ക്. ബൈസരൻ വാലിയിൽ ഈ പറയുന്ന നാടിനെ നടുക്കിയ ആ മഹാദുരന്തമുണ്ടായ കൂട്ടക്കുരുതി ഉണ്ടായ സ്ഥലം ഇവിടെ തൊട്ടടുത്താണ്, കുറച്ച് ദൂരം മാത്രം അകലെയാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ കഴിയാത്തതിന് കാരണം ഈ പറയുന്ന തെരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലൈവ് റിപ്പോർട്ട് ചെയ്യുന്നതിന് ചില മാർഗനിർദ്ദേശങ്ങളുണ്ട്. അത് സൈന്യത്തിന് അത്ര ഗുണകരമാവില്ല എന്നതുകൊണ്ടാണ്. എന്തായാലും അതിന് തൊട്ട് താഴെ നിൽക്കുമ്പോൾ ഇതാ വഴിയാണ് പ്രവിത. അതീവ ദുർഘടമായ വഴി, പാറക്കെട്ടുകൾ മാത്രം നിറഞ്ഞ, ചുറ്റും പൈൻമരങ്ങൾ മാത്രം നിറഞ്ഞ, കൊടിയ തണുപ്പ് നിലനിൽക്കുന്ന, വലിയ -ഡിഗ്രി തണുപ്പ് നിലനിൽക്കുന്ന ഒരു പ്രകൃതിയാണ്. കാണാനൊക്കെ അതിമനോഹരമാണ് എന്ന തർക്കമില്ല. പക്ഷേ ഏത് രീതിയിലാണ് ഇങ്ങോട്ടേക്ക് ആൾക്കാർക്കും ഇങ്ങോട്ടേക്ക് പരിക്കേറ്റവരെ കൊണ്ട് താഴേക്ക് ഇറങ്ങി പോകാനൊക്കെ എത്രത്തോളം ദുർഘടം നേരിട്ടു എന്ന് നമുക്ക് ഇവിടെ നേരിട്ട് കണ്ടാൽ മാത്രമേ അത് ബോധ്യപ്പെടുകയുള്ളൂ. അത്രത്തോളം വഴിയേ ഇല്ല. വഴിയിൽ ഇത് കുതിരകൾ പോകുന്ന വഴിയാണ്. ഇവിടെ ഇതിന് മുകളിൽ 3-4 കുതിരകൾ മേയുന്ന കാഴ്ച കണ്ടോ. അത് മാത്രമാണ് ഇവിടെ കാണുന്ന മൃഗം എന്ന് പറയുന്നത്. അപ്പൊ കുതിരകൾ മാത്രം വരുന്ന ഒരു വഴിയാണ്, കുതിരകൾക്ക് മാത്രം കയറാൻ കഴിയുന്ന ഒരു വഴിയാണ്. അപ്പൊ ആ വഴിയാണ് പരിക്കേറ്റുകൊണ്ട് താഴേക്ക് അങ്ങോട്ടേക്ക് താഴെ PCR കോൾ കിട്ടിയ ശേഷം കയറി വരികയും ചെയ്ത വഴിയാണ്. അപ്പൊ എത്രത്തോളം നമുക്ക് ഈ ബോധ്യപ്പെടുത്തരുന്നുണ്ട്. ഹാഷ്മിയുടെ ശബ്ദത്തിൽ എന്തോ ഒരു റേഞ്ചിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. വൈസ്രൺ വാലിയിലാണ് ഇപ്പോൾ ഹാഷ്മി നിൽക്കുന്നത്. ആ മേഖലയിൽ റേഞ്ച് അല്പം കുറവാണ്. അതുകൊണ്ടാണ് കൂടുതൽ വിവരങ്ങൾ എത്തിക്കാൻ സാധിക്കാതിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു വിനീത വിജി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. വിനീത, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ വിസ കാലാവധി കഴിഞ്ഞ പാകിസ്ഥാൻകാരെ തിരികെ പോകണം എന്ന് പറഞ്ഞു. ഇത് കേരളത്തിലടക്കം എല്ലാ സംസ്ഥാനങ്ങൾക്കും കർശനമായ നിർദ്ദേശമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി നൽകിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഇത്തരത്തിൽ പോകേണ്ട ആൾക്കാർ, അവരുടെ നടപടിക്രമങ്ങൾ, മെഡിക്കൽ വിസയിൽ വന്നവരെങ്ങനെയാണ്, ഇത് സംബന്ധിച്ച് ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്ത്യന, ഈ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ഈ വിസ കാലാവധി ഇന്ത്യ വെട്ടി ചുരുക്കിയത്. ഈ 72 മണിക്കൂറിനകം ഈ പാകിസ്ഥാൻ പൗരന്മാർ ഇന്ത്യ വിടണമെന്നുള്ളതായിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം വന്നിരുന്നത്. ഈ 72 മണിക്കൂർ ഇന്ന് അവസാനിക്കുകയാണ്. ഈ സാധാരണ രീതിയിൽ വിസ കാലാവധി ഇന്ന് അവസാനിക്കുന്ന ഘട്ടത്തിൽ ഈ ഇന്ത്യയിൽ തുടരുന്ന പാക് പൗരന്മാർ രാജ്യം വിടണമെന്നുള്ളത് തന്നെയാണ് നിർദ്ദേശം. നേരത്തെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള നിർദ്ദേശം അതത് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് കൈമാറിയിട്ടുണ്ടായിരുന്നു. ഈ പാക് പൗരന്മാർ സംസ്ഥാനങ്ങളിൽ ഇല്ലെന്ന് ഉറപ്പാക്കി അവരെ വിടുന്നതിനെ സംബന്ധിച്ചുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കണമെന്നുള്ളതായിരുന്നു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ പല സംസ്ഥാനങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇതിലെ ഗുജറാത്തിലൊക്കെ വ്യാപക പരിശോധനകൾ പോലീസിന്റെയൊക്കെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ കേരളത്തിലേക്കടക്കമുള്ള പാകിസ്ഥാൻ പൗരന്മാരെ തിരികെ പോകണമെന്ന് അവർ നോട്ടീസും നൽകിയിട്ടുണ്ട്. ഇനി മെഡിക്കൽ വിസയുടെ കാര്യത്തിൽ വരികയാണെങ്കിൽ മെഡിക്കൽ വിസ 29 വരെയാണ് മെഡിക്കൽ വിസ കാലാവധി ഉണ്ടാവുക. അതായത് അടുത്ത 48 മണിക്കൂറിനകം മെഡിക്കൽ വിസയിൽ തുടരുന്നവർ തിരികെ നാടുകളിലേക്ക് പോകണം എന്നുള്ളത് തന്നെയാണ് നിർദ്ദേശം. ഈ 48 മണിക്കൂർ കഴിയുമ്പോൾ മെഡിക്കൽ വിസ കാലാവധി കൂടി പൂർണ്ണമാവുകയാണ്. ഒപ്പം ഇതിനോടകം തന്നെ ഈ വാഗ അതിർത്തി വഴി പാകിസ്ഥാനിൽ നിന്നുള്ള ഇന്ത്യക്കാർ തിരിച്ച് നാടുകളിലേക്ക്, രാജ്യത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 3 ദിവസത്തിനിടെ 450ഓളം ഇന്ത്യക്കാരാണ് തിരികെ എത്തിയതെന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന റിപ്പോർട്ട്. നേരത്തെ തന്നെ ഈ വിസ വെട്ടിച്ചുരുക്കിയതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ഇത്തരത്തിലേക്ക് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാനിലേക്കുള്ള സന്ദർശനം ഒഴിവാക്കുക, ഒപ്പം പാകിസ്ഥാനിൽ കഴിയുന്ന ഇന്ത്യക്കാർ എത്രയും വേഗം തിരികെ നാടുകളിലേക്ക് മടങ്ങണമെന്നുള്ളതായിരുന്നു നിർദ്ദേശം. അതനുസരിച്ചുകൊണ്ടുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ തുടരുകയാണ്. ഇന്നും പല മേഖലകളിൽ, പല സംസ്ഥാനങ്ങളിലൊക്കെ മുഖ്യമന്ത്രിമാർക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശം നൽകുകയും അവർ കടുത്ത നടപടിയിലേക്കടക്കം മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. ക്രിസ്റ്റീന. അതെ വിനീത, അതോടൊപ്പം തന്നെ ഇന്ത്യ ശക്തമായ മറുപടി മറ്റ് മാർഗങ്ങളിലൂടെ നടക്കുന്നുണ്ട്. യുദ്ധത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ വലിയ തിരിച്ചടി ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചനയാണ് ഉറി ഡാം മുന്നറിയിപ്പില്ലാതെ തുറന്നുവിട്ടത്. ഇത് ഏത് തരത്തിലാണ് പാകിസ്ഥാനെ ബാധിച്ചിട്ടുള്ളത്?
പ്രവിധ ഈ സിന്ധു നദീ കരാർ റദ്ദാക്കിയതിന് പിന്നാലെ പ്രകോപനപരമായിട്ടുള്ള നിരവധി പ്രസ്താവനകളും പരാമർശങ്ങളും ഒക്കെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത് കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കൂടി ഇന്ത്യ പോയിരിക്കുകയാണ്. ഉറി ഡാം തുറന്നുവിട്ടത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കാശ്മീരിലെ പാക് അധീന മേഖലകളെ വെള്ളത്തിലാക്കിയിരിക്കുകയാണ്. ജലം നദി അത് കൂടുതൽ കരകവിഞ്ഞൊഴുകുന്നൊരു സാഹചര്യമുണ്ടായി. വിവിധ മേഖലകൾ ഇപ്പോഴും വെള്ളത്തിന് അടിയിലാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നിരവധി പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ പാകിസ്ഥാന്റെ നിരവധി പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. ഒപ്പം നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ നദീതീരങ്ങളിൽ താമസിക്കുന്ന ആളുകളെ അവിടെ നിന്ന് മാറണമെന്നൊരു നിർദ്ദേശം കൂടി നൽകിയിരിക്കുകയാണ്. ഏതാണ്ട് ഈ കൃഷിയുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ഥലങ്ങളിലും പൂർണ്ണമായും വെള്ളം കയറിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ പാകിസ്ഥാൻ നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഈ ഇന്ത്യ ഒരു മുന്നറിയിപ്പും കൂടാതെയാണ് ഇത്തരമൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നതെന്നും പാകിസ്ഥാൻ പറയുന്നുണ്ട്. ഇത് സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ വലിയ ബുദ്ധിമുട്ടിലാക്കിയെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നേരത്തെ പ്രവിധ സൂചിപ്പിച്ചതുപോലെ ശക്തമായിട്ടുള്ളൊരു തിരിച്ചടി ഇന്ത്യ ഇതിനോടകം തന്നെ തുടരുകയാണ്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലേക്കുള്ളൊരു നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിൽ ഈ പാകിസ്ഥാന്റെ ഹിട്ടൻബാല ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലാണ് വെള്ളം കയറിയത്. ഇത് കൂടാതെ തന്നെ കൊഹാല, ദാൽകോട്ട് എന്നിവിടങ്ങളിലെ താഴ്ന്ന മേഖലകളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഇതാണെങ്കിലും ഈ അണക്കെട്ട് തുറന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കടുത്ത ഒരു പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ആ കൃഷിയിടങ്ങളിലേക്ക് അടക്കം വെള്ളം കയറിയിട്ടുണ്ട്. നിരവധി വീടുകൾ ആ വെള്ളത്തിലേക്ക് മാറിയിരിക്കുന്നു. നദീതീരങ്ങളിൽ താമസിക്കുന്ന ആളുകളെ മാറണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ശരി, വിനീത വിജിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഹാഷ്മി താജ് ഇബ്രാഹിമിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോവുകയാണ്. ഹാഷ്മി, കശ്മീർ വെടിനിർത്തൽ ഉണ്ടായിരുന്നു കുറേ കാലം. ആളുകൾ ഭീതിരഹിതമായി അവിടേക്ക് വിനോദസഞ്ചാരത്തിനെത്തിയിരുന്നു. അപ്പോൾ കശ്മീരിലെ സാധാരണക്കാരുടെ ഉപജീവന മാർഗമായിരുന്നു വിനോദസഞ്ചാരം. ഇതൊക്കെ തകർക്കുക, കശ്മീരിനെ തച്ചുടയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ ഒരു ഭീകരാക്രമണം ആ താഴ്വരയിലെ ജനങ്ങളുടെ മനസ്സിൽ വീണ്ടും തീ കോരിയിടുകയായിരുന്നല്ലോ. അത് എത്രത്തോളം സാധാരണഗതിയിലേക്ക് അവർ ജീവിതത്തിലേക്ക് മടങ്ങുന്നുണ്ട്? ചിലരെങ്കിലും പറയുന്നുണ്ടല്ലോ ബങ്കറുകളിലേക്ക് അവർ തിരികെ പോവുകയാണെന്ന്. അവിടുത്തെ ഒരു സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്താണ് ഇപ്പോൾ? വല്ലാത്ത സങ്കടകരമാണ് ക്രിസ്റ്റീന. എന്ന് പറഞ്ഞാൽ ഈ പഹൽഗാം മേഖലയിലുള്ള ആളുകളുടെ ഏക വരുമാന മാർഗം ടൂറിസം മാത്രമാണ്. ഇന്നലെ നമ്മൾ എൻകൗണ്ടർ ചെയ്ത താഴ്വാരത്തായിരുന്നു. താഴ്വാരത്ത് അവർ അവിടെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു, ചരിത്രത്തിലാദ്യമാണ് പഹൽഗാം ഇത്രത്തോളം ആളില്ലാതെ കാണുന്നത്. സാധാരണഗതിയിൽ രാത്രിയൊക്കെ ആകുമ്പോഴേക്കും നൂറുകണക്കിന് മനുഷ്യർ ആ തണുപ്പ് ആസ്വദിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇന്നലെ പോകുമ്പോൾ വളരെ കുറച്ച് മാധ്യമപ്രവർത്തകരും പട്ടാളവും അല്ലാതെ മറ്റാരെയും അവിടെ കാണാനില്ല. ക്രിസ്റ്റീന, അവിടെ നമ്മൾ ഇന്ന് താമസിക്കുന്ന ഹോട്ടൽ, അതിന് സാധാരണഗതിയിൽ ടൂറിസ്റ്റ് സീസണിൽ 18,000 രൂപയാണ് ഒരു ദിവസം റെന്റ്. ഇപ്പോൾ അത് 1,500 രൂപ കുറയ്ക്കാൻ അവർ നിർബന്ധിതരായിരിക്കുന്നു. അവർ പറയുന്നു, ഞങ്ങൾക്ക് ഈ കറണ്ട് ബിൽ അടയ്ക്കാനും ഞങ്ങളുടെ ഇവിടെയുള്ള ജീവനക്കാർക്ക് കൊടുക്കാനുമുള്ള എന്തെങ്കിലും തരണം എന്ന് പറയുന്നതല്ല. 18,000 രൂപ എന്ന് പറഞ്ഞാൽ ആ 18,000 രൂപയ്ക്ക് പോലും അവിടെ റൂം കിട്ടാനില്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം വല്ല ദയനീയമായ സാഹചര്യമുണ്ട്. എപ്പോൾ തിരിച്ചു പിടിക്കും, എപ്പോൾ പഹൽഗാം അതിന്റെ പൂർവ്വ പ്രതാപത്തിലേക്കും പൂർവ്വ ഭംഗിയിലേക്കും മടങ്ങുമെന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി ആർക്കും ഇല്ല. കാര്യം ഇത് പെട്ടെന്ന് വളരെ 26 ജീവനുകൾ എന്നൊക്കെ പറയുമ്പോൾ വളരെ പെട്ടെന്ന് അതിന്റെ ഷോക്കിൽ നിന്ന് മുക്തമാകാനും അത് ബാക്ക് ടു പഴയ ടൂറിസം ഡെസ്റ്റിനേഷൻ ആവാനും സമയമെടുക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇവിടുത്തുകാർ പറയുന്നു അവർക്ക് ആത്മവിശ്വാസമുണ്ട്. ഈ പഹൽഗാം വാലി സുന്ദരിയാണ്, അതിസുന്ദരമാണ്. ഇതിന് ഒരുപാട് നാൾ വിനോദസഞ്ചാരികൾ കാണാതിരിക്കാനാവില്ല. അപ്പോൾ വീണ്ടും കാര്യങ്ങൾ പഴയ പോലെ ആകുമെന്ന് പറയുന്നു. അതിനോടൊപ്പം തന്നെ സേന അതിന്റെ സുരക്ഷാ ഓഡിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ, കൂടുതൽ സ്ഥലങ്ങൾ, കൂടുതൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, ഇതിനോട് അപ്പുറമുള്ള അടുത്തുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. അവിടെയും ആൾ കുറയുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷാ ഓഡിറ്റ് അടക്കം നടത്തി വിനോദസഞ്ചാരികൾ കൂടുതൽ കോൺഫിഡൻസ് നൽകാനുള്ള നീക്കം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നുണ്ട്. എന്തായാലും നേരത്തെ ചോദിച്ച ചോദ്യം നടപടികളിലേക്ക് വന്നാൽ കടുത്ത നടപടികളിലേക്ക് ഇപ്പോഴും സർക്കാർ നീങ്ങുന്നു. സൈനികപരമായും നയതന്ത്രപരമായും. സൈനികപരമായി ഏത് രീതിയിലുള്ള മറുപടി എന്നാണ് രാജ്യം ഓരോ പൗരനും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. കരസേനാ മേധാവി ആവർത്തിച്ചുള്ള യോഗങ്ങൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ചില നീക്കങ്ങൾ എന്നാൽ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ പൂർണ്ണമായി നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നില്ല. അതിന് കാരണം ഈ പറയുന്ന മീഡിയ ഗൈഡ് ലൈനാണ്. എന്ന് പറഞ്ഞാൽ ചില സ്വിഫ്റ്റ് ആക്ഷൻസിന് വേണ്ടിയുള്ള ഏറ്റവും തന്ത്രപ്രധാനമായ ചില നീക്കങ്ങൾ, ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നയതന്ത്രപരമായ നീക്കങ്ങൾ കൂടുതൽ സജീവമാക്കുന്നു. കൂടുതൽ ലോകരാഷ്ട്രങ്ങളെ, കൂടുതൽ വിദേശകാര്യ ഉദ്യോഗസ്ഥരെ പ്രധാനമന്ത്രിയും വിദേശകാര്യ സെക്രട്ടറിയും ഒക്കെ ഫോണിലും നേരിട്ടുമൊക്കെ വിളിച്ചുകൊണ്ട് നമ്മുടെ പക്കലുള്ള ഈ പഹൽഗാം തീവ്രവാദി ആക്രമണത്തിൽ പാകിസ്ഥാൻ പങ്കിനെക്കുറിച്ചുള്ള ഡോസിയസ് അല്ലെങ്കിൽ അതിലുള്ള തെളിവുകൾ അത് ദൃക്സാക്ഷി മൊഴികളിലൂടെ, ഹ്യൂമൻ ഇന്റലിജൻസിലൂടെ, ടെക്നിക്കൽ ഇന്റലിജൻസിലൂടെ നമ്മൾ ശേഖരിച്ച ഈ തെളിവുകൾ ഇവരെ ബോധ്യപ്പെടുത്തുന്നുണ്ട്, സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അത് ലോകരാജ്യത്തിന്റെ പിന്തുണ നേടിയെടുക്കുക മാത്രമല്ല അതിന്റെ ലക്ഷ്യം. നമ്മളൊരു ആക്ഷനിലേക്ക് നീങ്ങാൻ പോകുമ്പോൾ എന്തുകൊണ്ടാണ് ആക്ഷൻ എന്ന ലോകരാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്തുക കൂടിയാണ് അത്തരത്തിലുള്ള
സംവാദങ്ങളുടെയും ടെലിഫോൺ സംഭാഷണങ്ങളുടെ ലക്ഷ്യം എന്നുകൂടി ചില നയതന്ത്ര വിദഗ്ധർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ജമ്മു കാശ്മീരിലെ ആഭ്യന്തര ഭീകരർക്കെതിരായ നടപടി കടുപ്പിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നു. ഇതിനോടകം തന്നെ 6 വീടുകൾ തകർത്തിരിക്കുന്നു. കൂടുതൽ സ്ഥലങ്ങളിൽ റെയ്ഡ് നടക്കുന്നു. അനന്ത്നാഗിൽ തീവ്രവാദ ബന്ധമുള്ള കൂടുതൽ പേരെ കസ്റ്റഡിയിലെടുക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ താഴ്വരയിൽ തീവ്രവാദികൾക്ക് പ്രത്യക്ഷമായോ പരോക്ഷമായോ ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണ കൊടുക്കുന്നവരോട് സീറോ ടോളറൻസ് ആണ് സർക്കാർ നയം, സേനയുടെ നയം എന്ന് വ്യക്തമാക്കുകയാണ്. നമ്മൾ ഈ പറയുന്ന തകർക്കപ്പെട്ട ഈ ഹൗസനുൽ ഹൽക്ക് എന്ന് പറയുന്ന ലഷ്കർ LET ഭീകരവാദി സംശയിക്കുന്ന ആളുടെ വീട്ടിൽ പോയിരുന്നു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പൂർണ്ണമായി തന്നെ ആ വീട് തകർത്തിരിക്കുന്നു. ചുറ്റുമുള്ള 10-15 വീടുകൾ കൂടി അതിന്റെ ആഘാതത്തിൽ ചില കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ഏതെങ്കിലും തരത്തിൽ ഒരു ദയാദാക്ഷിണ്യം അത്തരക്കാർ ഉണ്ടാവില്ല എന്ന കൃത്യമായ പ്രഖ്യാപനം കൂടി ഉണ്ടാകുന്നു. ബൈസനവാലിയിലേക്കൊപ്പം ബൽറാം നെടുങ്ങാടൂരുണ്ട്. ബൽറാം സൂഷ ഓക്കെ. ബൽറാം, ഏറ്റവും ഒടുവിൽ 2 വീടുകൾ കൂടി തകർക്കുന്നുണ്ട്. അപ്പോൾ ആഭ്യന്തരമായി ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ പിന്തുണ നൽകുന്ന ആൾക്കാർക്കെതിരെയുള്ള നടപടികൾ തുടരുന്നു. സൈനിക നടപടികൾ ആലോചന നടക്കുന്നു. തീവ്രവാദികൾക്കുള്ള തെരച്ചിൽ, ഇതിനപ്പുറം ഈ മലയ്ക്കപ്പുറം തീവ്രവാദികൾക്കുള്ള തെരച്ചിൽ തുടരുന്നു. അങ്ങനെ വളരെ സജീവമായ ആകാംക്ഷ ഉണർത്തുന്ന ദിവസം തന്നെയാണ് ഇന്നും ബൈസനവാലിക്ക്. ബൽറാം. തീർച്ചയായും ഹാഷ്മി, ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തര ഭീകരവാദികൾ അല്ലെങ്കിൽ അതിർത്തി കടന്ന് ഇന്ത്യക്കാരെ ആക്രമിക്കാൻ എത്തിയ ഭീകരവാദികൾക്ക് പ്രാദേശിക പിന്തുണ നൽകുന്ന ജമ്മു കശ്മീരിലുള്ള ഭീകരവാദികൾക്ക് കനത്ത തിരിച്ചടി തന്നെ നൽകാൻ ഉള്ള ഒരു നിർദ്ദേശം ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് ഏജൻസികൾക്ക്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നടപടി. ഇതിനകം 7 ഭീകരവാദികളുടെ വീടുകൾ തകർത്തു കഴിഞ്ഞു. ഷാഹിദ് എന്ന ലഷ്കർ ഇ തൊയ്ബ കമാൻഡർ അടക്കമുള്ള 7 പേരുടെ വീടുകളാണ് ഇതിനകം തകർത്തു കഴിഞ്ഞിരിക്കുന്നത്. കൂടാതെ ശ്രീനഗറിൽ 70ഓളം ഈ ഭീകരവാദ ബന്ധമുണ്ട്, ഭീകരവാദികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിച്ച ആളുകളുടെ വീടുകളിൽ റെയ്ഡ് നടത്തുകയാണ് ഏജൻസികൾ. സമാന്തരമായി തന്നെ അനന്ത്നാഗിൽ 175 പേരെയാണ് ചോദ്യം ചെയ്യലിനായി പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇവർക്കും ഭീകരവാദികളുമായി ബന്ധമുണ്ട് എന്നുള്ള വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർന്നും ഇത്തരത്തിലുള്ള ഇവരുടെ വീട് തകർക്കൽ അടക്കമുള്ള കടുത്ത നടപടികൾ തുടർന്നുമുണ്ടാകും എന്ന വ്യക്തമായ സൂചന ഏജൻസികൾ നൽകുന്നു. അതേസമയം ഈ തെരച്ചിലിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മാർഗനിർദ്ദേശം മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ നിലവിൽ തെരച്ചിൽ നടക്കുന്ന മേഖല, തെരച്ചിലിനായി ഉപയോഗിക്കുന്ന സന്നാഹങ്ങൾ, ഏത് വിഭാഗമാണ് തെരച്ചിൽ നടത്തുന്നത് എന്നതടക്കമുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയില്ല. കാരണം അത് ഓപ്പറേഷന്റെ ഒരു വിജയ ദൗത്യത്തെ പോലും ബാധിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതിനാലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയില്ല. എങ്കിലും ജമ്മു കശ്മീരിലെ വനമേഖല അത് പൂർണ്ണമായും സുരക്ഷാ സേന ഇപ്പോൾ അരിച്ചു വെറുക്കുകയാണ്. എന്തായാലും ക്രിസ്റ്റിന പ്രവിധ, പാകിസ്ഥാൻ അധികം നാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതിന് കാരണം സിന്ധു നദീജലക്കര റദ്ദാക്കിയതിൽ ഡെസ്പറേറ്റ് ആയി പാകിസ്ഥാൻ നേതാക്കൾ പ്രതികരിക്കും നമ്മൾ കണ്ടു. ആണവ ഭീഷണിയാണെന്ന് വിരട്ടുന്നത് കണ്ടു. നിങ്ങളുടെ ചോര ഒഴുകും എന്നൊക്കെ ബിലാവൽ ഭൂട്ടോ കണ്ടു. ഒന്നും ചെയ്യാനൊന്നുമല്ല. പക്ഷെ അവർ ഈ പറയുന്ന കരാർ റദ്ദാക്കിയതിൽ എത്രത്തോളം അവർ പാനിക്കാണ് എന്ന് വ്യക്തമാക്കുന്നതാണ്. അതുകൊണ്ട് ഇന്ത്യക്ക് മുന്നിൽ മുട്ടുകുത്തിയേ മതിയാവുകയുള്ളൂ. അവരുടെ കുടിവെള്ളം മുട്ടുക, അവരുടെ കാർഷിക മേഖല പൂർണ്ണമായി തരിശായി പോവുക, അവരുടെ കാർഷിക വിളകൾ എക്സ്പോർട്ട് നിലയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവരുടെ അല്ലെങ്കിൽ തന്നെ വല്ലാതെ ആടിയൊറിഞ്ഞു നിൽക്കുന്ന പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ തകർക്കുന്നതാകും. അതുകൊണ്ട് ഈ പറഞ്ഞ ഡയലോഗുകൾക്കപ്പുറം പാകിസ്ഥാൻ ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. അവർക്ക് അധികം പിടിച്ചു നിൽക്കാനും കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഈ പറഞ്ഞ രീതിയിൽ ഭയം പ്രകടിപ്പിക്കുന്നത്. ആ തെരച്ചിലൊക്കെ തുടരുകയാണ്. എന്തായാലും ഒരു കാര്യം, ഈ ബൈസൺവാലിയിലേക്ക് എല്ലാവർക്കും നമുക്ക് 24 വാർത്താ സംഘം വീണ്ടും ഒരിക്കൽ കൂടി ഇവിടെ ഇങ്ങോട്ടേക്ക് വരണം. കുറെ നാളുകൾ കഴിഞ്ഞ് അന്ന് ഈ പറയുന്ന രീതി വിനോദസഞ്ചാരമൊക്കെ വീണ്ടും വളരെ സജീവമായി ആളുകളുടെ മുഖത്തൊക്കെ ചിരി പറയുന്ന, അല്ലെങ്കിൽ ഇതിന്റെ വലിയ ട്രോമ മാറി നിൽക്കുന്ന ഒരു സമയത്താവണം. കാര്യം അത്ര അതിമനോഹരമായ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നാൽ നമുക്ക് ക്യാമറയിൽ കൂടി കാര്യങ്ങളൊന്നും നേരിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല. കാര്യം ഈ കാഴ്ചയ്ക്ക് നമ്മുടെ കണ്ണിനൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത അപാരമായ അസാധ്യമായ ഭംഗി. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ ആ സ്വർഗം അതിതാഴ്വര തന്നെയാണെന്ന് കാര്യം. നോവിന്റെ ഇടയിലാണെങ്കിലും അത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ ഹാഷ്മിക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതിലും നമുക്കൊരു സന്തോഷമുണ്ട്. എന്തായാലും വലിയ ബുദ്ധിമുട്ടേറിയ ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ രാജ്യം കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് 26 ജീവനുകളാണ് ബലി നൽകേണ്ടി വന്നത് ഈ തീവ്രവാദി ആക്രമണത്തിൽ. അപ്പോൾ രാജ്യം തിരിച്ചടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ പെട്ടെന്നൊരു യുദ്ധത്തിലേക്ക് കടക്കുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ വേണ്ട രീതിയിലുള്ള മറുപടി രാജ്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വിവരങ്ങളാണ് ഇപ്പോൾ ബൈസറൺ വാലിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയും
ഹാഷ്മി താജ് ഇബ്രാഹിമും ഒപ്പം ഡൽഹിയിൽ നിന്ന് വിനിത വിജയും നൽകിയത്. വിനീത നമ്മളോട് ഒരു അപ്ഡേറ്റ് കൂടി പറയുന്നുണ്ട്. അതിർത്തിയിൽ വീണ്ടും പാകിസ്ഥാന്റെ പ്രകോപനമെന്നാണ്. നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാക് പോസ്റ്റുകളിൽ നിന്ന് വീണ്ടും വെടിയുതിർത്തു. വിനിത വിജയാണ് ഡൽഹിയിൽ നിന്ന് വീണ്ടും ചേരുന്നത്. വിനിത, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഇപ്പോൾ നമുക്കറിയാം 2020 കാലഘട്ടത്തിൽ തുടങ്ങിയതാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി പാകിസ്ഥാനിൽ. അപ്പോൾ അവിടെ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാന്റെ ഓഫീസ് വരെ വിവാഹങ്ങൾക്കായിട്ട് റെന്റിന് കൊടുത്ത ഒരവസ്ഥ പാകിസ്ഥാൻ ഉണ്ടായിരുന്നു. ഇന്ന് അതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു ജനതയെ വീണ്ടും ഒരു കൊലച്ചത് ചെയ്യുക എന്ന രീതിയിലാണല്ലോ വീണ്ടും ഈ പ്രകോപനം തുടരുന്നത്. ക്രിസ്റ്റീന, ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഈ അതിർത്തിയിൽ വീണ്ടും വെടിവെപ്പ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഈ പാക് പോസ്റ്റുകളിൽ നിന്ന് അതിർത്തിയിൽ സമാന രീതിയിൽ പ്രകോപനപരമുണ്ടാക്കുന്ന തരത്തിൽ വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ലഭ്യമാവുന്നത് റാംപൂർ, ഒപ്പം തന്നെ ടുത്മാലി ഗലി തുടങ്ങിയ മേഖലകളിലാണ് ഈ പാക് പോസ്റ്റിൽ നിന്ന് വെടി ഉതിർത്തത്. കഴിഞ്ഞ ദിവസവും ഇന്ത്യൻ സൈന്യത്തിന് നേരെ പാക് പോസ്റ്റുകളിൽ നിന്ന് വെടി ഉതിർത്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഇന്ത്യൻ സേന ശക്തമായി തന്നെ തിരിച്ച് അടി നൽകിയിട്ടുമുണ്ട്. ഇപ്പോൾ നിലവിലൊരു സാഹചര്യം കൂടി നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ഈ ഭീകരാക്രമണം ഉണ്ടായി ഏതാണ്ട് ദിവസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. അതിൽ ഇപ്പോഴും ആ വേദനയിൽ നിന്ന് ഇന്ത്യ മാറിയിട്ടില്ല. 26 പേരെയാണ്, സാധാരണക്കാരായ 26 പേരെയാണ് ഭീകരർ കൊലപ്പെടുത്തിയത്. ഇതിന് പിന്നാലെയുള്ള നടപടിക്രമങ്ങൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോഴും അതിർത്തികളിൽ പാകിസ്ഥാൻ പ്രകോപനം തുടരുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ 2 മേഖലകളിലാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഈ പാക് പോസ്റ്റുകളിൽ നിന്ന് ഈ പ്രകോപനപരമായിട്ടുള്ള നീക്കമുണ്ടായത്. ഇന്നും സമാനമായിട്ടുള്ള സാഹചര്യം തന്നെയാണ് നിലവിൽ ജമ്മു കാശ്മീരിലുള്ളത്. ഈ റാംപൂർ, ഒപ്പം ടുത്മാത് ഗലി തുടങ്ങിയ മേഖലകളിൽ പാകിസ്ഥാൻ പോസ്റ്റുകളിൽ നിന്നാണ് ഇന്ത്യൻ സൈന്യത്തിന് നേരെ വെടിയുതിർത്തത്. ഇപ്പോൾ ആളഭയമോ അല്ലെങ്കിൽ അത്തരത്തേക്കുള്ള റിപ്പോർട്ടുകളൊന്നും തന്നെ വന്നിട്ടില്ല. പക്ഷേ അതേസമയം ഇന്ത്യൻ സേന ശക്തമായി തന്നെ ഇതിനെ തിരിച്ചടിക്കുന്നുമുണ്ട്. ശരി, വിനീത വിജയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്.